അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഗതിയും അള്ളാഹുവിൻ്റെ ലൗഹുൻ മഹ്ഫൂദിൽ, അവൻ്റെ രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അഖീദയുടെ ഭാഗമായി, ആദർശ വിശ്വാസത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുന്നവരാണ് മുസ്ലിം സമുദായം. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ ഇസ്ലാമിക ആദർശത്തെ, വിശ്വാസ കാര്യങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ വസ്തുത നമ്മെ ശരിക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു പഴുത്ത ഇല താഴെ വീഴുന്നത് പോലും നാഥൻ്റെ അറിവോടുകൂടിയും അവൻ്റെ അടുക്കൽ വ്യക്തമായ നിർണയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല, ഒരു ഇല പോലും പൊഴിഞ്ഞ് താഴേക്ക് പതിക്കുന്നില്ല. അതിനെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായ ജ്ഞാനമുണ്ടായിട്ടല്ലാതെ. അவ்விധം ഏതേതു സംഗതികളും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് വ്യക്തിയെ ബാധിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഏശുന്നതാവട്ടെ, അതൊരു സമുദായത്തെയോ സമൂഹത്തെയോ രാഷ്ട്രത്തെയോ ലോകത്തെയോ ഏത് അളവിൽ എങ്ങനെ ബാധിക്കുന്നതോ, സന്തോഷദായകമോ സന്താപം നൽകുന്നതോ എന്തോ ആവട്ടെ, എന്തായിരുന്നാലും ശരി, അതെല്ലാം അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും അവൻ്റെ നിർണയത്തിൻ്റെയും തഖ്ദീർ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വാസികളായ നാം അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഏതേതു സംഭവത്തിലും ഇவ்விധം ചിന്താശേഷിയുള്ള വിശ്വാസികൾക്ക് വലിയ പാഠങ്ങളും ഉത്ബോധനങ്ങളുമുണ്ട് എന്നും ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ ഖുർആൻ നമ്മെ ബോധവൽക്കരിക്കുന്നു.
ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ. ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. ഇതിലെല്ലാം ചിന്തിക്കുന്നവർക്ക് വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, വലിയ വലിയ പാഠങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ അറിവിന്റെ പരിധിക്കകത്ത് വരുന്ന ഈ ഭൂമുഖത്ത് എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഗതികളും ഇவ்விதമുള്ള ചിന്തക്കും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനും അതിലൂടെ നാം പഠിക്കേണ്ടുന്ന ഗുണപാഠങ്ങൾ പഠിച്ചും നമ്മുടെ ഭാഗത്തുനിന്ന് നാഥനുമായി ഉണ്ടാവേണ്ടുന്ന ബന്ധങ്ങളിലും സമൂഹവുമായി ഉണ്ടാവേണ്ടുന്ന ബന്ധങ്ങളിലുമൊക്കെ ആ വഴി ശരിയായി ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ സത്യവിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്രയും ഒരു വിഷയത്തിന്റെ പ്രവേശികയായി പറഞ്ഞു വെച്ചതാണ്. സംഗതികൾ നൈരന്തര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ, പ്രിന്റ് മീഡിയയിലൂടെ ഈ വക വിഷയങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇന്ന് ഒന്നിച്ചു കൂടുകയാണ്. ചെറിയ സംഭവങ്ങൾ പലപ്പോഴും നമ്മെ സ്വാധീനിക്കാറില്ല. ചിലപ്പോൾ അതൊരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ബാധിക്കുന്ന ഒരു ദുരന്തമോ സന്തോഷത്തിൻ്റെതായ അവസ്ഥയോ ആയിരിക്കാം. വലിയ വലിയ ചില സംഗതികൾ നമ്മുടെ മനസ്സിന് മുമ്പിൽ, നമ്മുടെ ചിന്തക്ക് മുമ്പിൽ ഒരു ഇത്തിരി നേരം നമ്മെ അങ്ങ് തടഞ്ഞു നിർത്തിയിട്ട് ആ വിഷയം നമ്മുടെ മനസ്സകത്തേക്ക്, ഹൃദയ മസ്തിഷ്കത്തിലേക്ക് കയറി വരാൻ മാത്രമുള്ള സാവകാശം നമുക്ക് നൽകാറുണ്ട്. അങ്ങനെ നമ്മെ സ്വാധീനിക്കുന്ന, ഇത്തരത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ പിടിച്ചു നിർത്തുന്ന ഒരു നിമിഷം ആ വിഷയവുമായിട്ട് നമ്മുടേതായ ഒരു പ്രതികരണം, ഒന്നുകിൽ മനസ്സ അല്ലെങ്കിൽ വാച, തുടർന്ന് കർമ്മണ സംഭവിക്കുമാറ് നമ്മെ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ മിക്കതും ദുരന്തങ്ങളാണ്. അതിനെ നാം നല്ല രീതിയിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയും. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത്തിരി അറിവുള്ള ആളുകൾ പ്രകൃതി തിരിച്ചടിക്കുന്നു എന്നും പറയും. ഇങ്ങനെയൊക്കെയാണ് ഈ പ്രയോഗങ്ങൾ നമുക്കിടയിൽ നിന്ന് ഭാഷാപരമായ മികവിൽ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തായിരുന്നാലും ഈ അടുത്ത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആവർത്തനം ഇന്ന് നമുക്കൊരു പ്രശ്നമല്ലാതായി മാറിയതുകൊണ്ടും നമ്മുടെ അടുക്കൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ആളുകളെ ബാധിക്കാത്തത് കൊണ്ടും അത് നമ്മെ ബാധിക്കും വരേക്കും നിസ്സംഗത സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നതും നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി വന്ന ഒരു തെറ്റായ മാറ്റത്തിന്റെ ദുരന്തമാണ്. പറഞ്ഞു വന്നത്, പ്രകൃതി ദുരന്തങ്ങളായിട്ട് ഒരുപാട് സംഗതികൾ ലോകത്തിന്റെ നാനാഭാഗത്തും അടിക്കടി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം ഇന്നൊരു ഗ്രാമത്തേക്കാൾ ചുരുങ്ങി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സംഭവഗതികളെ തത്സമയം നിരീക്ഷിക്കാനും അതിന്റെ പരിണതികളെ, അതിന്റെ പുരോഗതിയെ തത്സമയം വായിച്ചറിയാനും നമ്മുടെ മുമ്പിൽ സംവിധാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും വലിയ വലിയ ശക്തികളായി ലോകത്ത് പേരെടുത്ത ആളുകളെയാണ് ഈ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പിടികൂടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ വിശകലനത്തിനിടയിൽ ചിലപ്പോൾ പൊങ്ങി വരാതെ പോകുന്നു എന്നതും ഒരു ശരിയാണ്. ഇപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റിന്റെ ദുരന്തം അമേരിക്കയിൽ സംഭവിച്ച് തമിഴ്നാട്ടിലെ തീരത്തേക്ക് വ്യത്യസ്തമായ പേരിൽ വന്നു എന്നും അതിന്റെ ഭീതി കേരളത്തിൽ വിതക്കുമാറുള്ള മഴയുടെ ഒരു അന്തരീക്ഷം നമുക്ക് ലഭ്യമായ ഈ കാലാവസ്ഥയുടെ ആനുകൂല്യത്തിനകത്തും നമ്മുടെ മനസ്സിൽ ഭീതി വിതച്ചു എന്നതുമൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി സംഭവിച്ചു തീർന്ന ഒരു സംഗതിയാണ്. അവസാനിക്കുന്നിടത്തുനിന്ന് വീണ്ടും നമ്മൾ നമ്മുടേതായ ആ യാത്രയിൽ തുടരുന്നു എന്നതുകൊണ്ട് ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മെ വേണ്ട അളവിൽ സ്വാധീനിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ചില നാഥന്റെ ഇടപെടലുകളെ ആ ഖുർആനിന്റെ ആളുകളുടെ മുമ്പിലും കണ്ണു തുറന്ന് ഈ യാഥാർത്ഥ്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ സത്യാന്വേഷകരുടെ മുമ്പിലും വളരെ കൃത്യമായിട്ട് തുറന്നു വെക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം എന്തായിരുന്നാലും മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലെ നാഥന്റെ ഉദ്ദേശ്യം എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. ഒന്നുകിൽ ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവഗതികൾ, നമ്മെ സ്വാധീനിക്കുന്ന വലിയ വലിയ സംഗതികൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും, അവൻ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ അവനാണ് ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മെ ശരിക്കും ബോധവൽക്കരിക്കാൻ വേണ്ടി അവന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് സംഭവിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ സൂറ അൽ വാഖിഅയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മുടെ സമയദൈർഘ്യത്തിന്റെ പ്രശ്നം കൊണ്ട്, ദൈർഘ്യം ഭയന്നുകൊണ്ട് 1-2 ഉദാഹരണങ്ങൾ മാത്രം മുമ്പിൽ വെക്കാം. അതിൽ ഒരു സൂക്തമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘക്കീറിൽ നിന്ന് ആ വെള്ളം നിങ്ങൾക്ക് വേണ്ടി വർഷിക്കപ്പെടുന്നത് നിങ്ങൾ വർഷിപ്പിക്കുന്നത് കൊണ്ടാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാം ആണോ നിങ്ങൾക്ക് ഈ ശുദ്ധജലത്തിന് കാരണമായി തീരുന്ന ഈ മഴവർഷം സംഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഈ ശുദ്ധജലം നിങ്ങൾക്ക് കിട്ടാക്കനിയാകുമാറു ഈ മഴവർഷം മുഖേന ലഭ്യമാകുന്ന വെള്ളത്തെ നാം ഉപ്പ് കലർത്തി മാറ്റുമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ളം എന്ന ഒന്ന് ഭൂമുഖത്ത് സാധ്യമാവുകയേ ഇല്ല, ലഭ്യമാവുകയേ ഇല്ല. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും എന്തേ മനുഷ്യ നന്ദി കാണിക്കാൻ നിനക്ക് ഇത്ര മടി എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. നാം കുടിക്കുന്ന വെള്ളം യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ വലിയൊരു ദാനവും ഔദാര്യവുമാണ് എന്നും അത് ഉപ്പ് കലർന്നതായിരുന്നു എങ്കിൽ കുടിവെള്ളത്തിന് നാം എത്രമേൽ പ്രയാസപ്പെടുമായിരുന്നു എന്നും ചിന്തിക്കാൻ പക്ഷേ ഈ കുടിവെള്ളം യഥേഷ്ടം ഉപയോഗിക്കുന്ന വിശ്വാസികൾക്ക് പോലും പലപ്പോഴും സാധിക്കാറില്ല. വെള്ളം ലഭ്യമാകാത്ത അവസ്ഥയിൽ കുടിവെള്ളത്തിന് നെട്ടോട്ടം മൂടുന്ന ഒരുപാട് പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ, ആ വരണ്ടുണങ്ങിയ മണ്ണും ആ വിണ്ടുകീറിയ മണ്ണിലൂടെ കുടം കയ്യിലെടുത്തിട്ട് കിലോമീറ്ററുകൾ താണ്ടി വെള്ളത്തിന് വേണ്ടി സ്ത്രീകൾ വരിവരിയായി സഞ്ചരിക്കുന്ന കാഴ്ചയും ആ ലൈവായിട്ട് ദൃശ്യമാധ്യമത്തിൽ കാണുമ്പോൾ പോലും ഇങ്ങനെ ഒരു ചിന്ത നേരെ ചൊവ്വേ നമസ്കരിക്കുന്നവന്റെ മനസ്സിലും അലയടിക്കാറില്ല എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമായിട്ട് മുമ്പിൽ വെക്കുകയാണ് ഖുർആൻ. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തി, അവനാണിതെല്ലാം നൽകിയത്. നമ്മൾ അവന്റെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. നമുക്ക് അവനോട് കടപ്പാടും കൂറും ഉണ്ടാവണം. അവന്റെ കൽപ്പന ധിക്കരിക്കാതെ അവനെ വണങ്ങി മുന്നോട്ട് പോയെങ്കിലേ ഇഹലോകത്ത് നമ്മുടെ ജീവിതം സ്വാസ്ഥ്യപൂർണമായി നയിക്കാൻ കഴിയൂ, നമുക്ക് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഐശ്വര്യം ലഭ്യമാകൂ എന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് ഈ ഉദാഹരണം. ഇത് യഥാർത്ഥത്തിൽ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സമാനമായ വിഷയങ്ങൾ വേറെയും. നിസ്സഹായത ബോധ്യപ്പെടുത്താൻ, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്താൻ, അവന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ, അവന്റെ ധിക്കാരത്തിന്റെ തലമണ്ടക്കിട്ട് നല്ല അടി കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചടിക്കാറുണ്ട് എന്നും ഇത്തരത്തിലുള്ള ചില ദുരന്തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ വിതക്കുന്ന വിത്തുകളെ കുറിച്ച് വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു, നിങ്ങൾ മണ്ണൊരുക്കി വിതച്ച ആ വിത്തുകളെ നിങ്ങളാണോ മുളപ്പിക്കുന്നത്? അം നഹ്നുസ് സാരിഊൻ, അതോ നാം ആണോ മുളപ്പിക്കുന്നത്? അങ്ങനെ വിത്ത് മുളക്കാതെ വന്നാൽ, അല്ലെങ്കിൽ മുളച്ച വിത്ത് നിങ്ങൾക്ക് അത് വിള കൊയ്യാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ആയിത്തീരുന്ന അവസ്ഥ എന്നും തുടർന്ന് ഖുർആൻ പറയുന്നു. ലൗ നശാഉ ജഅൽനാഹു ഹുതാമ, നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ആ മുളച്ചു നിൽക്കുന്ന, തളിർത്തു നിൽക്കുന്ന, അങ്ങനെ നിങ്ങൾക്ക് ഫലം നൽകുമെന്ന് നിങ്ങൾ വിചാരിക്കുമാറ് കരുത്തോടെ നിൽക്കുന്ന ആ ചെടികളെ ഒന്നടങ്കം നാം അങ്ങ് ഉണങ്ങിയ താളുകളാക്കി, വൈക്കോലുകളാക്കി മാറ്റുമായിരുന്നു. ഫളൽതും തഫക്കഹൂൻ, അപ്പോൾ നിങ്ങൾ സ്വയം ശപിച്ചും അങ്ങനെ പലതും പിറുപിറുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തെല്ലാമാണ് നിങ്ങൾ പറയാ? ഇന്നാല മുഗ്റമൂൻ, ഞങ്ങൾ ആകപ്പാടെ കടം കയറിപ്പോയല്ലോ. ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ ഭാഗ്യം കെട്ടവരായി പോയല്ലോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ വിതക്കുന്ന വിത്ത് നിങ്ങൾക്ക് ഗുണകരമായി, നിങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്ന ഒരു നാഥനെ കുറിച്ച് നിങ്ങൾ യഥാവിധി ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഏർപ്പെട്ട ഈ ഉപജീവന മാർഗത്തെ അവൻ കീഴ്മേൽ മറിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം ശപിച്ചുകൊണ്ട് കടം കയറിയവരായി, ഭാഗ്യം കെട്ടവരായി എന്നിങ്ങനെ പറയുന്ന അവസ്ഥ വരെ സംഭവിക്കും എന്നും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വീണ്ടും ഖുർആൻ പറയുന്നു, അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹർ, കടലിൽ സഞ്ചരിക്കുന്ന കപ്പലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ബിനിഅമത്തില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലിയുരീകും മിൻ ആയാതിഹി, ഇത് മുഖേന അള്ളാഹു അവന്റെ വലിയ ഒരു ദൃഷ്ടാന്തം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ,
ക്ഷമാപൂർവ്വം അള്ളാഹുവിന്റെ മാർഗ്ഗെ ഉറച്ചു നിൽക്കുന്നവർക്കും അവൻ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവർക്കും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ സ്വസ്ഥമായി കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വൈദാ ഗശിയഹും മൗജുൻ കൽദുലൽ, മല പോലെ മേഘങ്ങൾ ഒന്നിച്ചു കൂടിയ വലിയ മേഘച്ചീള് പോലെ ഈ തിരമാല നിങ്ങളെ മൂടിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അപ്പോൾ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്ന് വിളിച്ചു പോകും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അത്തരം ഒരവസ്ഥയിൽ നിങ്ങളോട് കാണിക്കുന്ന ഔദാര്യത്തിന്റെ ഭാഗമായി അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചാൽ ഫമിൻഹും മുഖ്തസിദുൻ, നിങ്ങളിൽ ഒരു കൂട്ടർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മിതത്വം പാലിച്ച് കർമ്മങ്ങൾ നന്നാക്കി മാന്യമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ അധികം ആളുകളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വമാ യജ്ഹദു ബി ആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ ഗഫൂർ, അങ്ങേ അറ്റം ധിക്കാരികളും വഞ്ചകരും നന്ദികെട്ടവരുമായി അള്ളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കാറാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ വലിയ ഒരു പാഠമാണ്. ഉപജീവനത്തിന്റെ വഴി കൃഷി തന്നെ ആവണമെന്നില്ല എന്ന് പഠിച്ച കാലമാണ് നമ്മൾ. നബിയുടെ കാലത്തും സ്വലസന കാലത്തും കൃഷി മാത്രമായിരുന്നില്ല എന്ന് നമുക്കറിയാം. മക്കക്കാർ കച്ചവടക്കാരും മദീനക്കാർ കർഷകരുമായിരുന്നു എന്നത് സവിശേഷമായ പാഠമാണ്. എന്തായിരുന്നാലും ഈ ഉപജീവനത്തിന്റെ വഴിയിൽ വളർച്ചയും ഉയർച്ചയും നൽകുന്നത് നാഥനാണെന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നിടത്തുനിന്ന് പിറകോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ ശക്തമായി നമ്മുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ, നമ്മുടെ ധിക്കാരത്തിന് തിരിച്ചടിയായി നാഥന്റെ ഇടപെടലുണ്ടാകുമെന്ന്. കപ്പലിൽ സഞ്ചരിക്കുക എന്നത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സാൻഡി ചുഴലിക്കാറ്റിൽ ഒരു കപ്പൽ അപ്പടി മുങ്ങി എന്നാണല്ലോ നമ്മൾ ലൈവായിട്ട് അതിന്റെ ചിത്രത്തിൽ കണ്ടത്. HMS ബൗണ്ടി എന്ന് പറയുന്ന ഒരു കപ്പൽ. ഇതാ തൊട്ടടുത്ത തമിഴ്നാട്ടില് ഒരു ചരക്ക് കപ്പൽ മൺതിട്ടയിലേക്ക് അടിച്ചു കയറി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെ. പടച്ചവനാണ് അതിന് പിന്നിൽ. നിങ്ങളെ അവൻ ശരിക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. തിരമാലകൾ മല പോലെ വരുമെന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മൾ പറഞ്ഞ സുനാമി എന്ന സാധനം. മല പോലെ തിരമാലകൾ വരുമ്പോ നിസ്സഹായരായി തീരുന്ന മനുഷ്യർ എത്രമേൽ നിസ്സംഗരാണ് എന്ന് കേരളത്തിന്റെ തീരവും അനുഭവിച്ചറിഞ്ഞിട്ട് കാലം അധികമായിട്ടില്ല. ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും എത്ര തന്നെ വലിയ പാഠങ്ങൾ വന്നാലും ബുദ്ധിയുള്ള മനുഷ്യൻ കാര്യങ്ങൾ മനസ്സിലാക്കി നാഥന്റെ മാർഗ്ഗേ സഞ്ചരിക്കുന്നതിന് പകരം പലരും ധിക്കാരത്തിന്റെ വഴി തുടരുന്നു എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫൈദാ ഹിയ തമൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുകളിലിരിക്കുന്ന തമ്പുരാൻ അവൻ നിങ്ങളെ ഭൂമിയിൽ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞാൽ, ഭൂമിയിൽ അവൻ വലിയ ഒരു ഖസ്, ഒരു വലിയ പ്രകമ്പനം, ഒരു ഇളക്കം സൃഷ്ടിച്ചാൽ ആ ഭൂമി കിടന്ന് വിറകൊള്ളുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വരികയും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് നിർഭയരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളിരിക്കുന്ന ഭൂമി നിങ്ങളെ സംരക്ഷിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഭൂമിയിൽ നിങ്ങൾ കുന്നുകൂട്ടിയ സ്വപ്നങ്ങൾ, നിങ്ങൾ സ്ഥാപിച്ച നിങ്ങളുടെ രമ്യഹർമ്മങ്ങളും സംവിധാനങ്ങളും അത് അങ്ങനെ തന്നെ നിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഭൂകമ്പം വന്നാൽ പോലും ഇളകിയാടാത്ത വിധം വലിയ അളവിൽ ഫൈഡിങ് നടത്തിയിട്ട് സ്ഥാപിച്ച കെട്ടിടങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ? അമിൻതു, നിങ്ങൾ നിർഭയരാണോ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങൾ നിർഭയരാണോ? അങ്ങനെ നിങ്ങൾ അങ്ങ് താഴ്ത്തിക്കളയില്ല എന്ന്, നിങ്ങൾ ഇരിക്കുന്ന ഈ ഭൂമി അവൻ കുലുക്കി മറിക്കില്ല എന്ന്. അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ, വലിയ തീവ്ര ശക്തിയുള്ള കാറ്റുകൾ നിങ്ങൾക്ക് നേരെ വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അം അമിൻതും, നിങ്ങൾ നിർഭയരാണോ? മൻ ഫിസ് സമാഇ, ആകാശത്തിരിക്കുന്ന നാഥൻ, അൻ യുർസില അലൈക്കും ഹാസിബ, ശക്തമായി അടിച്ചു വീശുന്ന കാറ്റ് നിങ്ങൾക്ക് നേരെ അയക്കില്ല. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങളുടെ തീരത്ത്, നിങ്ങളുടെ തീരദേശത്ത്, നിങ്ങളുടെ മലനാട്ടിൽ, നിങ്ങളുടെ ഇടനാട്ടിൽ, ഇതാണല്ലോ നിങ്ങളുടെ ഭൂമിയുടെ പ്രകൃതം. അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഫസതഅലമൂന കൈഫ നദീർ. അങ്ങനെ അങ്ങ് സംഭവിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഫസതഅലമൂന, അപ്പോഴേ നിങ്ങൾ അറിയൂ, കൈഫ നദീർ, എന്റെ ഈ മുന്നറിയിപ്പുകൾ എത്രമേൽ കൃത്യമായിരുന്നു എന്ന യാഥാർത്ഥ്യം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ. നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ദുരന്തങ്ങളെ എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ വർണ്ണിച്ചത് എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. റീത്തയും കത്രീനയും കടന്ന് സാൻഡി എന്ന് പറയുന്ന കാറ്റിലൂടെ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന കാറ്റുകൾക്ക് നല്ല പേര് നൽകിയിട്ട് അതിങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്.
ഭൂകമ്പം അങ്ങ് സുമാത്രയിൽ സംഭവിച്ചപ്പോഴും കേരള തീരവും അതിന് ദുരന്തം അനുഭവിച്ച കാര്യം നമുക്കറിയാം. അതിരുകൾ നമുക്ക് മാത്രമുള്ളതാണ്. ആകാശത്തിനും ഭൂമിക്കും കടലിനും അതിര് നിർണയിച്ചവർ നമ്മളാണ്. പക്ഷെ ഇത് പടച്ച തമ്പുരാന്റേതാണ്. എവിടെ സംഭവിച്ചാലും ദുരന്തം വലിയ പാഠങ്ങളായി വന്ന് ഭവിക്കുമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നിസ്സഹായരാണ് മനുഷ്യരെന്നും അതുകൊണ്ട് തന്റെ ചെയ്തികളെ നന്നാക്കി നാഥന്റെ ഈ ഔദാര്യത്തിൽ ഈ ഭൂവൽക്കത്തിന് പുറത്ത് മാന്യമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നുമാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ബോധവൽക്കരിക്കുന്നത്. മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്യായത്തിന്റെ തിരിച്ചടിയും തമ്പുരാന്റെ ശിക്ഷയുമായിട്ടാണ് അധിക ദുരന്തങ്ങളെയും ഖുർആൻ വിശദീകരിച്ചത്. മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾക്കുള്ള തിരിച്ചടിയായും അവൻ കാണിക്കുന്ന അധർമ്മത്തിനുള്ള ശിക്ഷയായിട്ടുമാണ് അധിക ദുരന്തങ്ങളെയും ഖുർആൻ വരച്ച് കാണിച്ചത് എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. ആരോടാണ് നമ്മൾ അന്യായം കാണിക്കുന്നത്? ഒന്നാമതായി സൃഷ്ടിച്ച നാഥനോട്, രണ്ടാമതായി കൂടെ ജീവിക്കുന്ന മനുഷ്യരോട്, മൂന്നാമതായി ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനോടും പ്രകൃതിയോടും അന്യായം കാണിക്കുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. ലാഭക്കൊതി മൂത്ത് മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞ് മാർക്കറ്റ് വാല്യൂസ്, കച്ചവട മൂല്യങ്ങൾ ലാഭേച്ഛലാക്കിയുള്ള ആ ഒരു രീതിയിൽ തന്റെ താല്പര്യം, തന്റെ പണം, തന്റെ ആസ്തി, തന്റെ തലമുറ, തന്റെ വരുമാനം, തന്റെ സ്ഥാനം, പദവി, തന്റെ സുഖ ആഡംബര വിനോദ ലഹരിയിൽ അധിഷ്ഠിതമായ ജീവിതം, ഇതിനു വേണ്ടിയിട്ട് അന്യായം കാണിച്ചപ്പോൾ മനുഷ്യൻ നാഥനെയാണ് ധിക്കരിച്ചത്. തന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോടാണ് അന്യായം കാണിച്ചത്. തനിക്ക് സുരക്ഷിതമാവേണ്ട പ്രകൃതിയോടാണ്, ഭൂമിയോടാണ് അന്യായം കാണിച്ചത്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അല്ലാഹു ഇതിനെ കൃത്യമായിട്ടാണ് ക്രമീകരിച്ചത്. നിങ്ങൾ അവൻ നേരെ ചൊവ്വേ കോർവപ്പെടുത്തിയ, അവൻ ക്രമപ്രവൃത്തമായി നിലനിർത്തിയ, അവൻ താളാത്മകമായി ഒഴുകുന്ന രീതിയിൽ ക്രമീകരിച്ച ഈ ഭൂമിയിൽ നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്. വലാ തുഫ്സിദൂ ഫിൽ അർളി. നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ബഅദ ഇസ്ലാഹിഹാ. നാഥൻ അതിനെ നേരെ ചൊവ്വേ നിർണയിച്ചു വെച്ചിരിക്കെ, നിജപ്പെടുത്തി വെച്ചിരിക്കെ, ക്രമീകരിച്ചു വെച്ചിരിക്കെ. അങ്ങനെ നിങ്ങൾ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യകരങ്ങൾ വിവേകരഹിതമായി, ഈ പറഞ്ഞ ചിന്താശേഷിയില്ലാതെ, മുകളിൽ ഒരു നാഥൻ ഉണ്ടെന്ന്, അവനാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന്, അവന്റെ കൽപ്പന പാലിച്ച് മുന്നോട്ട് പോകണമെന്ന്, നീതിപൂർവ്വം തന്റെ സമൂഹത്തോട് മനുഷ്യർ ഇടപഴകണമെന്ന്, ഈ പ്രകൃതി നമ്മുടെ കയ്യിലെ അമാനത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാഥന്റെ ഇംഗിത പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ ഫലമായി കടലിലും കരയിലും ആകാശത്തും ഒരുപോലെ ദുരന്തം പ്രകടമായിരിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ. ഇതാണ് ഖുർആൻ ഈ വിഷയകമായി പഠിപ്പിച്ച ഒരു ഏകദേശ ചിത്രം എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. ഈ അറിവ് ഒരു മുന്നറിവായി വെച്ചുകൊണ്ട് നമുക്കൊരു തിരുവചനം പഠിക്കാം, ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. ഇന്നിന്റെ സമകാലിക അവസ്ഥയുടെ നേർചിത്രം 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇത് നമ്മുടെ ആളുകളെ കുറിച്ചല്ലേ എന്ന്. അങ്ങനെ തോന്നാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനവും. കാരണം അത്തരം തോന്നലുകൾ തന്നെ പ്രശ്നമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയാൽ അത് വലിയ പ്രശ്നമാണെന്ന് വിചാരപ്പെടാനാണ് ഇപ്പോഴത്തെ മുസ്ലിം സമുദായത്തിന്റെ മാനസികാവസ്ഥ എന്ന് നിങ്ങൾ അറിയണം. പക്ഷെ റസൂലുള്ളയോട് ഹുബ്ബുണ്ടെങ്കിൽ ആ ഹബീബ് പറഞ്ഞ ഈ വർത്തമാനത്തെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണമെന്ന് വിനയപുരസ്സരം ഈയുള്ളവൻ ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. 12 കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചാൽ ഇനി നിങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചു കൊള്ളണം. ഇനി ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭ്യമാവുക എന്ന് ആ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫർതഖിബൂ ഇൻദ ദാലിക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. റീഹൻ ഹംറ, ശക്തിയേറിയ കൊടുങ്കാറ്റിനെ, വസൽസല, ഭൂകമ്പത്തെ, വഹസ്ഫ, ഭൂമി കുലുക്കത്തെയും പിളർക്കലിനെയും, വമസഹ, കാലം അവസ്ഥ മാറി തെറ്റി ക്രമം തെറ്റിയുള്ള വരവിനെയും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 12 കാര്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ നാം ഇസ്ലാമിനോട് കൂറു പുലർത്തി തിരുത്താൻ ശ്രമിക്കണമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. മിഷ്കാത്തിലാണ് ഈ ഹദീസിന്റെ പൂർണ്ണമായ ടെക്സ്റ്റ് ഈ ഉള്ളവന് ലഭ്യമായത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധാനന്തരം കിട്ടുന്ന രാഷ്ട്രത്തിന് അർഹതപ്പെട്ട സ്വത്ത് എന്നാണ് അറബി ഭാഷയിൽ നേർക്ക് നേരെയുള്ള അർത്ഥം. പൊതുമുതൽ സ്വന്തമാക്കിയാൽ, പൊതുമുതൽ അതാണ് രാഷ്ട്രത്തിന്റെ സ്വത്ത്, അത് ആളുകൾ സ്വന്തമാക്കാൻ തുടങ്ങിയാൽ, വൽ അമാനത്തു മഗ്നമ,
വിശ്വസിച്ചേൽപ്പിച്ച അധികാര സ്ഥാനമാനങ്ങൾ സ്വന്തം പ്രൈവറ്റ് കമ്പനിയെ പോലെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, അൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനങ്ങളും പദവികളും, മഗ്നമ, അത് തന്റെ പ്രൈവറ്റ് കമ്പനി പോലെ സ്വജനപക്ഷപാതിത്വനും തന്റെ കാര്യങ്ങൾക്കും തന്റെ ആളുകൾക്കും അങ്ങനെ ഉപയോഗിക്കുന്ന രീതി വന്നാൽ രണ്ടാമത്തേത്. 3 വസ്സകാത്തു മഗ്റമ, പാവപ്പെട്ടവന് കൊടുക്കേണ്ട അവകാശം കടമാക്കി നിർത്തിയാൽ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ അവകാശം, അത് മഗ്റമ, അത് കൊടുത്തു തീർക്കില്ല, പാവപ്പെട്ടവനെ അവഗണിച്ചാൽ. വിദ്യാഭ്യാസം, പഠനം എന്നത് അള്ളാഹുവിനെ അറിഞ്ഞ് മാന്യനായി ജീവിക്കുക എന്നതിന് പകരം സ്ഥാനത്തിനും പദവിക്കും പണത്തിനുമായാൽ, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ അനുസരിക്കുകയും അവന്റെ ഉമ്മയെ അകറ്റുകയും ചെയ്താൽ, അവന്റെ കൂട്ടുകാരനെ ചേർത്ത് നിർത്തുകയും അവന്റെ പിതാവിനെ അകറ്റുകയും ചെയ്താൽ, പള്ളികളിൽ ബഹളങ്ങളും അടിപിടിയും വെട്ടും കുത്തും കേസും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ, സമൂഹത്തെ നയിക്കുന്നവർ സമൂഹത്തിൽ ഏറ്റവും മോശക്കാരായി തീർന്നാൽ, കൊള്ളാവുന്ന ഒരുത്തൻ പോലും നേതൃസ്ഥാനത്തില്ലാത്ത വിധം കാര്യങ്ങൾ ആയി തീർന്നാൽ, ആളുകൾ ഒരുത്തനെ മാനിക്കുന്നത് അവന്റെ ഉപദ്രവം പേടിച്ചിട്ടാവുന്ന അവസ്ഥ സംഭവിച്ചാൽ, അവൻ മാന്യനായത് കൊണ്ടല്ല, അവൻ ആദരം അർഹിക്കുന്നവനായത് കൊണ്ടല്ല, അവനെ നമ്മൾ സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അവൻ നമ്മോട് പ്രതികാരം ചെയ്ത് കളയും എന്ന് പേടിച്ചിട്ട്, അവന്റെ ക്രൂരതയെ, അവന്റെ പ്രതികാരത്തെ പേടിച്ചിട്ട് അവനെ മാനിക്കുന്ന അവസ്ഥ വന്നാൽ, നർത്തകിമാരും സംഗീത സംവിധാനങ്ങളും ധാരാളമായിട്ട് പ്രകടമായാൽ, മദ്യപാനം ശീലവും സാർവത്രികവുമായി തീർന്നാൽ, ഈ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ പിന്മുറക്കാർ, ഈ ഉമ്മത്തിന്റെ പിന്മുറക്കാർ അതിന്റെ മുൻഗാമികളെ ശപിക്കുന്ന അവസ്ഥ വന്നാൽ, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളിൻ, ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ്, ഭൂകമ്പം, ഭൂമി കുലുക്കം, ഭൂമി വിണ്ട് താടൽ, പൈപ്പിംഗ്, നിങ്ങളുടേതായ സ്വസ്ഥമായ ജീവിതത്തിന് സാധ്യമാകുന്ന എല്ലാ ക്രമങ്ങളും കീഴ്മേൽ മറിയൽ, അങ്ങനെ കാലാവസ്ഥയുടെ മാറ്റം, ഹരിത ഗ്രഹ വാതകങ്ങളുടെ പ്രശ്നങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർധനവ്, ഭൗമാന്തരീക്ഷത്തിന് ചൂടുപിടിക്കൽ, ഓസോൺ പാളിക്ക് ദുരന്തം, ഇങ്ങനെ തുടങ്ങി അവസാനം നിങ്ങളുടെ ആരോഗ്യം, വായു, വെള്ളം, മണ്ണ് എല്ലാം മലീമസമാകുന്ന അവസ്ഥ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളിൻ എന്ന് ഒരു മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ എന്ത് ന്യായമുണ്ട് നമ്മുടെ ചെയ്തിക്ക് എന്ന് ഒന്നാമതായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതില്ലേ? കുടുംബത്തിൽ തുടങ്ങി രാജ്യത്തെ നയിക്കുന്ന അധികാരി വർഗത്തിന്റെ വൃത്തികേട് വരെ ഈ ഹദീസിൽ ഹബീബ് വിഷയമാക്കുമ്പോൾ എന്തേ നമുക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അള്ളാന്റെ ഇടപെടലില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അതൊക്കെ വിവരങ്ങളും വാർത്തകളുമായിട്ട് വായിച്ചറിയാനും നമ്മുടെ മുമ്പിൽ അങ്ങനെ തെളിഞ്ഞ ചിത്രങ്ങളെ വായിച്ചു തള്ളാനും മാത്രമുള്ള ഒന്നാക്കി മാറ്റിയിട്ട് നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തുമായി നടക്കാൻ മാത്രം ഒരു സമുദായം തീരുമാനിച്ചാൽ, ഈ സമൂഹത്തിലെ ദുരന്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പടച്ചതമ്പുരാന്റെ അടിയേറ്റുവാങ്ങാൻ ഇത്തരം ആളുകളും വിധിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം വിനയപുരസ്സരം നമ്മൾ ചിന്തിക്കണം. ഈ വിഷയങ്ങളെ ഒന്നുകൂടി ലളിതമായ വിശകലനത്തിന് വിധേയമാക്കാം. അധികം ആഴത്തിലേക്ക് പോയാൽ പലർക്കും തോന്നിപ്പോകും നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞതെന്ന്. അത്രത്തോളം ഈ സമുദായം എത്തിപ്പെട്ട കാലമായതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ട ആളുകൾ പറയാൻ പേടിക്കുന്നത്. പേടിച്ചത് കൊണ്ടല്ല, അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് മാത്രമാണ് പൊതു മുതൽ സ്വന്തമാക്കുക. നമ്മുടെ സമൂഹത്തിലെ മൊത്തം ബഹളങ്ങൾ അഴിമതിയും സ്വജനപക്ഷപാതിത്വവുമായി ബന്ധപ്പെട്ട അതിന്റെ പേരിലാണെന്ന് ബഹളങ്ങളെല്ലാം നടക്കുന്നത്. മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ ആ വിഷയം നമുക്ക് നന്നായിട്ടറിയാം. സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അർഹതപ്പെട്ട സ്വത്ത് അത് തട്ടിയെടുത്ത് കോടികൾ, ശതകോടികൾ ഇങ്ങനെ മുക്കിയാലും പ്രശ്നമില്ലാത്ത നിസ്സംഗരായി നോക്കി നിൽക്കാൻ നമ്മൾ അധപ്പതിച്ചു പോയി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കള്ളനേക്കാൾ പ്രശ്നക്കാരനാണ് കള്ളന് കഞ്ഞിവെക്കുന്നവർ എന്ന യാഥാർത്ഥ്യം സാധാരണ ഒരു ചൊല്ലാണ് എങ്കിൽ ആ യാഥാർത്ഥ്യം പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. വൽ അമാനത്ത് മഗ്നമ, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്ഥാനങ്ങളും പദവികളും പൊതു സംവിധാനത്തിന്റെ നടത്തിപ്പ്, അവിടെ കയ്യിൽ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ
അത് നീതിപൂർവം കൃത്യമായി സ്വജനപക്ഷപാതിത്വമില്ലാതെ അതിന്റെ വിശകലനവും അതിന്റെ കൈകാര്യകത്ത് നിർവഹിക്കേണ്ടതിന് പകരം അത് പ്രൈവറ്റ് കമ്പനിയെ പോലെ വെച്ചുകൊണ്ടിരിക്കാനാണ് നമ്മുടെ സമൂഹത്തിന്റെ രീതിയും ശൈലിയും. ആരും ഒഴിവില്ലാത്തതെന്ന കാര്യം നമ്മൾ അറിയണം. ഈ ഒരവസ്ഥയിൽ അവഗണിക്കപ്പെടുന്നത് സാധാരണക്കാരനാണ്. വസ്സകാത്ത് മഗ്റമ, സാധാരണക്കാരന്റെ അർഹതപ്പെട്ട അവകാശം എന്നും കിട്ടാത്ത കടബാധ്യത പോലെ കിടക്കുകയാണ്. സാധാരണക്കാരൻ അവഗണിക്കപ്പെടുക, ഉള്ളവൻ മാത്രം വളരുക, പൊതുമുതൽ തട്ടിയെടുക്കുക, അങ്ങനെ 15 തലമുറക്ക് വേണ്ടത് നേടുക, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം സ്വന്തം സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുക. ഈ 3 കാര്യങ്ങളും ഭരണവും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. നാലാമതായിട്ട് അടുത്ത പോയിന്റ്, ഇന്ന് ആളുകൾ പഠിക്കുന്നത്, നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷണമൊത്ത മനുഷ്യനെ സൃഷ്ടിക്കാൻ, പഠനത്തിലൂടെ മനനത്തിലൂടെ തന്നെ അറിഞ്ഞ് തന്റെ ചുറ്റുപാടിനെ അറിഞ്ഞ് തന്റെ നാഥനെ അറിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കാനല്ല, മറിച്ച് പണത്തിനും പദവിക്കും സ്ഥാനമാനത്തിനും വേണ്ടിയാണ്. പൊന്മുട്ടയിടുന്ന താറാക്കളായി മക്കള് മാറാൻ, ലക്ഷങ്ങൾ കൊടുത്തിട്ട് സീറ്റ് വാങ്ങിയിട്ട് പഠിച്ച് ജയിക്കാൻ കഴിയാതെ അവസാനം ഒരവസ്ഥയിലെത്തുകയും അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ ലോൺ എടുത്തത് തിരിച്ചടക്കാൻ കഴിയാതെ നമ്മുടെ നിയമ സംവിധാനത്തിലൂടെ ജപ്തിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന പുതിയ സാമൂഹ്യ ക്രമത്തിൽ നമ്മൾ അറിയണം, മനുഷ്യരെ സൃഷ്ടിക്കാനല്ല നമ്മൾ വിദ്യാഭ്യാസ ക്രമത്തെ ഉപയോഗപ്പെടുത്തിയത് എന്ന്. ഇത് നമുക്ക് സംഭവിച്ച ദുരന്തമാണ്. അത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഹബീബിന്റെ വർത്തമാനമാണ്. നമ്മുടെ കുടുംബഘടന കീഴ്മേൽ മറിഞ്ഞതിനെ കുറിച്ചായി പറഞ്ഞത്. ഭാര്യയെ അനുസരിക്കുന്ന ഭർത്താക്കന്മാർ, സ്വന്തം ഉമ്മയെ അകറ്റുന്നവർ, തന്റെ മാതാവിനെ വെറുപ്പിച്ചവർ, ഭാര്യയുടെ അടിമയായി ഭാര്യയും അവനുമുള്ള ഒരു ലോകം, അവനാക്കിയ ഉമ്മയും ഉപ്പയും അവിടെ അന്യരായി തീരുന്ന കാലം. ഇപ്പോൾ അവനുണ്ടായി വന്ന കൂട്ടുകാർ അവനുമായി ചുറ്റിക്കറങ്ങി അവന്റെ കൂടെ. അവന്റെ പിതാവ് അകറ്റപ്പെടുകയും അദ്ദേഹം എവിടെയോ മൂലയിൽ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം കുടുംബം കീഴ്മേൽ മറിഞ്ഞതിന്റെ ദുരന്തമാണ് നമുക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ടുന്ന പള്ളികൾ ബഹളമുഖരിതമാണ്. അവിടെ കമ്മിറ്റിക്കാർ തമ്മിൽ അടി, അവിടെ കേസും കൂട്ടവും വിജിലൻസും, അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നോട്ടീസ് ഇറക്കാനുള്ള മേഖലയായി. അങ്ങനെ ഒരു മാർക്കറ്റിൽ നടക്കുന്ന സകല ബഹളങ്ങളും പള്ളിയിൽ നടക്കുന്ന പോലെ. അതിനപ്പുറത്തേക്ക് ജുമ കഴിഞ്ഞ് ഇറങ്ങിയാൽ അടിയും പിടിയും, അതിന്റെ പേരിൽ കേസും കൂട്ടവും, അവസാനം പോലീസ് സാന്നിധ്യത്തിൽ ജുമുഅയും, ചിലപ്പോൾ പള്ളി പൂട്ടിയിട്ട് കോടതി വിധി കാത്തിരിക്കുന്ന അവസ്ഥയും ഒക്കെ ഒരു സമുദായത്തിൽ സംഭവിച്ചു എങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ എന്ത് ന്യായമുണ്ട് ഈ സമുദായത്തിന് എന്ന് നമ്മൾ ചിന്തിക്കട്ടെ. ശിക്ഷിക്കപ്പെടാതിരിക്കാൻ എന്ത് ന്യായമുണ്ട് നമുക്ക്, എന്ത് ന്യായമുണ്ട് നമുക്ക് എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണ്ടേ. സമൂഹത്തിന്റെ മേൽപ്പാളിയിൽ നേതൃസ്ഥാനത്ത് വരുന്നവർ ആരാവട്ടെ, അവര് സമൂഹത്തിലെ ഏറ്റവും മാന്യന്മാരല്ല, സമൂഹത്തിലെ നികൃഷ്ടര. അവരെ കുറിച്ച് നമുക്ക് നല്ല മതിപ്പില്ല, അവരെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമില്ല, അവരെ കുറിച്ച് അവരുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാർക്ക് പോലും അഭിപ്രായമില്ല. പിന്നെ ഈ മാന്യന്മാരായിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നവർ മാന്യനായിട്ടല്ല. അവനെ മാനിച്ചില്ലെങ്കിൽ അവൻ പക വീട്ടിക്കളയും. അത് ഭയന്നിട്ടാ സമൂഹ നേതൃത്വം ഏതവസ്ഥയിലാണെന്ന് ഹബീബ് ഇങ്ങ് വരച്ച് കാണിച്ചപ്പോ നമുക്കെന്ത് ന്യായമുണ്ട് അതിനെതിരെ വർത്തമാനം പറയാൻ. സാംസ്കാരിക മേഖല, മദ്യം സാർവത്രികമായി. അങ്ങനെ അഴിഞ്ഞാട്ടക്കാരികളും നനഞ്ഞാട്ടക്കാരികളും നഗ്നതയും നഗ്നതാ പ്രദർശനവും അത് നമ്മുടെ മൊബൈലിൽ വരെ ടൺ കണക്കിന് സ്ഥാനം പിടിച്ചു. സംഗീതവും സംഗീത സാന്ദ്രമായ അന്തരീക്ഷവുമില്ലാതെ നമുക്ക് നടക്കാനും ജീവിക്കാനും വാഹനം ഓടിക്കാനും കഴിയാത്ത വിധമായി ചെവിയിൽ കുത്തിവെച്ചിട്ട് നാം അങ്ങനെ ഇരിക്കുന്നത് ഇത്തരത്തിൽ മാസ്മരികത ഉയർത്തുന്ന സംഗീത ലോകത്തായി പോയി. അങ്ങനെ ഒരവസ്ഥയിലേക്ക് സാംസ്കാരിക രംഗവും കീഴ്മേൽ മറിഞ്ഞു. അവസാനം സമുദായം തന്നെ നശിച്ചു. സമുദായത്തിന് പറ്റിയ നാശം. ഇതിന്റെ നല്ല നല്ല പൂർവസൂരികളായ മുൻഗാമികളെ ഈ സമുദായത്തിന് പിന്മുറക്കാർ ശപിക്കാൻ തുടങ്ങി. അവരൊക്കെ ഓരോന്ന് കാണിച്ചു വെച്ചപ്പോ നമ്മളിപ്പോ കുടുങ്ങിപ്പോയല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലായി. നല്ല സാത്വികന്മാരായ ഭരണാധികാരികൾ, സാത്വികന്മാരായ നേതാക്കന്മാർ, നല്ല സാത്വികന്മാരായ അനുയായികൾ, നല്ല തലമുറ കുടുംബ സാമൂഹിക സാംസ്കാരിക രാഷ്ട്ര ഭരണ രംഗത്ത് ധാർമ്മികതക്ക് ഊന്നൽ കൊടുത്ത് ഒരു സാമൂഹ്യ ക്രമത്തിൽ അവർ മുന്നോട്ട് പോയി. ഇസ്ലാമിന്റെ ബലത്തിൽ
പക്ഷേ നമുക്കിന്ന് അവർ ശാപമായി. അതുപോലെ അവരങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് നമുക്കിന്ന് നിവൃത്തികേടായി പോയല്ലോ എന്ന് പിന്മുറക്കാർ, അനുയായികൾ നശിച്ചു എന്ന നേതാക്കന്മാര് മാത്രമല്ല അനുയായികളും നശിച്ചു. ഇങ്ങനെ ഈ 12 സംഗതികൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഫർതഖിബു, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. ആ സന്ദർഭത്തിൽ റീഹൻ ഹംറ, വലിയ വലിയ തീവ്രമായ കൊടുങ്കാറ്റുകൾ, വസൽസല, ഭൂമി കുലുക്കം, ഭൂകമ്പം, വഹസ്വ, ഭൂമി വിള്ളൽ, പൈപ്പിംഗ്, വമസ്ഹ, എല്ലാം കോലം തെറ്റി. മസ്ഹ എന്ന വൈകല്യം എന്നാണ്. എല്ലാം കോലം തെറ്റി, കാലാവസ്ഥ വരെ ക്രമം തെറ്റി. ആ അർത്ഥത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന്. അപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ വിചാരിക്കും, നമ്മുടെ ഉമ്മ വിചാരിച്ചതുപോലെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫീ ആഖിരി ഉമ്മത്തി ഖസഫുൻ വമസഖ്, എന്റെ ഉമ്മത്തിന്റെ അവസാന നാളിൽ നിരന്തരമായിട്ട് കൊടുങ്കാറ്റും ഭൂമി കുലുക്കവും അതുപോലെ തന്നെ ഇങ്ങനെ ക്രമം തെറ്റലും സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അനൂഹിലിക്കു വഫീനാ അസ്സായിമൂൻ, ഞങ്ങളൊക്കെ നോമ്പെടുക്കും നിസ്കരിക്കും ചെയ്തുകൊണ്ടിരിക്കെ പ്രവാചകരെ ഇങ്ങനെ സംഭവിക്കുമോ? നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, നമ്മളൊക്കെ നോമ്പെടുക്കുന്നുണ്ട്, വർഷാവർഷം ഉംറക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദിക്റും സ്വലാത്തും തുഴയും മുടങ്ങാതെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുമ്പോ ഇങ്ങനെ സംഭവിക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, സംഭവിക്കും. അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. ഈ പറഞ്ഞ സംഗതികൾ സംഭവിക്കാതിരുന്നെങ്കിൽ രക്ഷപ്പെടൂ. നഅം, സംഭവിക്കും. ഇദാ ലഹറത്തുൽ ഖബസ്, നിങ്ങൾക്കിടയിൽ അധർമ്മം പെരുകിയാൽ നിങ്ങൾ നശിക്കും, നിങ്ങളെ അല്ലാഹ് കൈകാര്യം ചെയ്യുമെന്ന് നമ്മുടെ ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം സമുദായം എവിടെ നിൽക്കണമെന്ന് ഇനിയും മനസ്സിലായില്ല എങ്കിൽ നമുക്ക് തിരിച്ചറിവ് ലഭ്യമാകാൻ വേറെ വഴികളില്ല. നമസ്കാരം കൊണ്ടും ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും വർഷാവർഷത്തെ ഉംറ കൊണ്ടും തമ്പുരാന്റെ സ്വർഗത്തിലെത്താമെന്നും ബാക്കിയെല്ലാം കാലം ഒഴുകുമ്പോൾ കൂടെ ഒഴുകലാണ് നല്ലത്. നമ്മളായിട്ട് മാറിനാൽ നമുക്കൊന്നുമില്ലാതെ പോകും. കാലത്തിന്റെ അനുസരിച്ച് കോലം മാറിയില്ലെങ്കിൽ പിന്നെ എന്നിടത്താണ് ഈ സമുദായത്തിൽ സാധാരണക്കാരനും വലിയവനും പണ്ഡിതനും പാമരനുമുള്ളത് എങ്കിൽ ഈ സമുദായം നശിക്കാൻ ഇനി വേറെ ഒന്നും വേണ്ട എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. അതുകൊണ്ട് സംഭവിക്കുന്ന സംഭവങ്ങളെ വെറുതെ അങ്ങ് വായിച്ചു തള്ളാതെ ഇത്തരത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ദീർഘദർശനം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പടച്ചവനിലേക്ക് തിരിച്ചു നടക്കാം. നമുക്ക് ഖുർആനിലേക്ക് തിരിച്ചു നടക്കാം, നമുക്ക് തിരുവചനത്തിലേക്ക് തിരിച്ചു നടക്കാം. പള്ളി മുതൽ പാർലമെന്റ് വരെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ക്രമത്തെ സ്ഥാപിച്ച പ്രവാചകനെ നമുക്ക് ഇത്തിബാഴ് ചെയ്യാം. അതിനപ്പുറത്ത് ഭൗതികന്മാരായ, ചൂഷകന്മാരായ, ലാഭക്കൊതിയന്മാരായ, അധർമ്മത്തിന്റെ വക്താക്കളായ, സുഖലോലുപ ആഡംബര പ്രമത്തര വക്താക്കളായ ആളുകളുടെ രീതിയും ശൈലിയും നമുക്കെന്തായിരുന്നാലും സ്വീകാര്യമല്ല. ലക്ഷ്യം സ്വർഗമാണെങ്കിൽ അതിലേക്കുള്ള മാർഗം ഇസ്ലാമായിരിക്കണം എന്ന തിരിച്ചറിവ് വിനയപുരസ്സരം നമ്മൾ അറിയുക. നാഥൻ കാലഘട്ടത്തിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുടെ പാഠങ്ങൾ യഥാവിധി പഠിച്ച് നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം ജീവിക്കാൻ കഴിയുമാറ് ചിന്തയും ബുദ്ധിയുള്ളവരുമായി തീരാൻ, തഖ്വാബോധമുള്ളവരായി തീരാൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക.